തിരുമുമ്പിൽ നൽകാം അടിയന്റെ അനുതാപഗാനം. അവിടുത്തെ അനുഗ്രഹം അതുമാത്രം അനശ്വരം. ഇടയന്റെ വഴി തേടി പാടും. ഹൃദയം നിറയുന്നു സ്നേഹമാ കൃപമേ കൃപയേകും ലളിതന്നഭിഷേകം ഹൃദയം നിറയുന്നു സ്നേഹമാ
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ഈശോയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ വികാരിച്ച പ്രിയപ്പെട്ട കൊച്ചച്ഛൻ ആൽവിനച്ച, ഇന്ന് വചന പ്രഘോഷണം നടത്തുന്ന പ്രിയപ്പെട്ട പ്രിൻസച്ച, സാധാരണയായിട്ടുള്ള സൂര്യനച്ച, സോദനച്ച, സിജിനച്ച, പ്രിയപ്പെട്ട പ്രിൻസച്ച, നിങ്ങൾ ആഘോഷത്തിന് നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട പ്രസിദ്ധിമാരെ, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട ബ്രദേഴ്സ്, വരുന്ന വർഷത്തേക്ക് തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം വഹിക്കാൻ കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഓബ്രേയ തിരുനാൾ വലിയ ഉത്സവാഘോഷത്തോടെ നാം ആഘോഷിക്കുകയാണ്. അതിമനോഹരമായി രൂപകൽപ്പന ചെയ്ത തിരുവൾത്താരയ്ക്ക് മുന്നിലായി ആവേശത്തോടെ ഭക്തിയോടുകൂടെ ഈ പ്രസിദ്ധിമാരെല്ലാവരും ഇങ്ങനെ ഒന്നു ചേർന്ന് ഭക്തജനങ്ങൾ വലിയ വിശ്വാസത്തോടും ഭക്തിയോടുകൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ നാടുവരുന്ന, കുടുംബങ്ങൾ ഉയരുന്ന വലിയ അനുഭവമാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ ഈ തിരുനാൾ ആഘോഷത്തിലേക്ക് ഈ ഇടവകയിലെയും ഈ നാട്ടിലെയും എല്ലാവരും ഓടിയെത്തുന്നുണ്ട്. പ്രാർത്ഥനകളും മാലാഖയോടുള്ള വലിയ അപേക്ഷകളും ഒക്കെയായി ഈ തിരുസന്നിധി വന്ന് പ്രാർത്ഥിച്ച് തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കുചേർന്ന് നമ്മെ നമ്മുടെ കുടുംബങ്ങളെയും നാടിനെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഉറപ്പായിട്ടും മാലാഖയുടെ സംരക്ഷണം നമുക്കുണ്ട്, അനുഗ്രഹം നമുക്കുണ്ട്. മാലാഖയുടെ ദൈവത്തിന്റെ വലിയ കൃപകളും സ്വർഗ്ഗ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബങ്ങളിലേക്കും ഒഴുകിയെത്തുന്നുമുണ്ട്. അതിനോട് നന്ദി പറഞ്ഞ ഈ മാലാഖയുടെ തിരുനാളിൽ പങ്കുചേരുമ്പോൾ ഒപ്പം വലിയ ഉത്തരവാദിത്തത്തെ കുറിച്ച് കൂടെ നമ്മൾ ഓർക്കേണ്ടത് മാലാഖയുടെ അനുഗ്രഹം നമ്മൾ കാണിക്കുമ്പോൾ നമുക്കറിയാം, മാലാഖ റാഫേൽ മാലാഖ സൗഖ്യം പകരുന്ന മാലാഖയാണ്. നമുക്ക് കിട്ടുന്ന ഉത്തരവാദിത്വം നമ്മൾ എത്ര പേര് മറ്റുള്ളവർക്ക് സൗഖ്യം പകരുന്നവരായി മാറുന്നുണ്ട് എന്നുള്ളത്. സമൂഹം മുഴുവൻ വലിയ മുറിപ്പാടുകളിലൂടെ കടന്നു പോകുന്ന ഈ സങ്കീർണമായ കാലത്ത് പരസ്പരം ആശ്വാസം പകരുന്ന, താങ്ങും തണലുമാകുന്ന, മറ്റുള്ളവരുടെ വളർച്ചയിലും അവരുടെ ജീവിതത്തിലൊക്കെ ചെറിയ താങ്ങായി കരുതലായി കൂടെ നിൽക്കാൻ മാലാഖ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നുണ്ട്. അപ്രകാരം ഒരു തീരുമാനം വ്യക്തിപരമായി നമ്മൾ എടുക്കുമ്പോൾ, വിശ്വാസ സമൂഹം ഒന്നിച്ചേർന്ന് എടുക്കുമ്പോഴേ ഈ തിരുനാൾ ആഘോഷം ശരിയായ വണ്ണം പരിസമാപ്തി കുറിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. തിരുനാൾ ആഘോഷത്തിന്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് മാലാഖയുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമുക്ക് ലഭിക്കുന്നതോടൊപ്പം ഇപ്രകാരം ഒരു നിയോഗം കൂടി ഏറ്റെടുക്കാൻ നമുക്ക് സജ്ജരാണ്. വ്യക്തിപരമായ വിധത്തിൽ ഞാൻ ജീവിക്കുന്ന ഇടങ്ങളിലും സേവനം ചെയ്യുന്നിടങ്ങളിലും എൻ്റെ ഇടവകയിലും കുടുംബ കൂട്ടായ്മയിലും അയൽപക്കങ്ങളിലും ഒക്കെ ഞാൻ ആശ്വാസം പകരുന്നവനായി, ദൈവത്തിന്റെ സൗഖ്യം പകരുന്നവനായി മാറാൻ ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കാം. സഹോദരനെ സർവശക്തനായ ദൈവം കഴിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
കർമ്മങ്ങൾ അങ്ങ് ക്രമപ്പെടുത്തുന്നുവല്ലോ. സ്വർഗത്തിൽ അങ്ങേക്ക് നിരന്തരം ശുശ്രൂഷ ചെയ്യുന്ന അവർ ഭൂമിയിൽ ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കുവാൻ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങേ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ഇസ്രായേലിന്റെ സ്മാരകമേ, എന്റെ ജനമേ, ധൈര്യത്തോടിരിക്കുക. നിങ്ങളെ ജനതകൾ വിട്ടത് നശിപ്പിക്കാനായിട്ടില്ല. ദൈവത്തെ കോപിച്ചതിനാലാണ് നിങ്ങളെ ശത്രുക്കളിൽ ഏൽപ്പിച്ചത്. ദൈവത്തിന് പകരം പിശാചുക്കൾക്ക് ബലിയർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രേഷ്ഠാവിനെ നിങ്ങൾ പ്രകോപിപ്പിച്ചു. നിങ്ങളെ പരിപാലിച്ച നിത്യനായ ദൈവത്തെ നിങ്ങൾ വിസ്മരിച്ചു. നിങ്ങളെ പോറ്റിയ ജെറുസലേമിനെ നിങ്ങൾ വേദനയാക്കി. ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ നിബന്ധിച്ച ക്രോധം കണ്ട് അവർ പറഞ്ഞു, സിയോന്റെ അയൽവാസികളെ ശ്രമിക്കുവിൻ. ദൈവം എനിക്ക് വലിയ സങ്കടം വരുത്തിയിരിക്കുന്നു. നിത്യനായവൻ എന്റെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മേൽ വരുത്തിയ അടിമത്തം ഞാൻ കണ്ടു. സന്തോഷത്തോടെ ഞാൻ അവരെ വളർത്തി. എന്നാൽ ദുഃഖത്തോടും വിലാപത്തോടും കൂടി ഞാൻ അവരെ പറഞ്ഞയച്ചു. അനേകം മക്കൾ നഷ്ടപ്പെട്ട വിധവയായ എന്നെ കുറിച്ച് ആരും സന്തോഷിക്കാതിരിക്കട്ടെ. എന്റെ മക്കളുടെ പാപങ്ങൾ നിമിത്തം ഞാൻ ഏകാകിയായി തീർന്നു. അവർ ദൈവത്തിന്റെ നിയമത്തിൽ നിന്ന് വ്യതിചലിച്ചു. എന്റെ മക്കളെ, ധൈര്യത്തോടെയിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ഇത് നിങ്ങളുടെ മേൽ വരുത്തിയ അവിടുന്ന് നിങ്ങളെ സ്മരിക്കും. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. എന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും നൽകും. കർത്താവിന്റെ വചനം. Amen.
സ്വർഗസ്ഥനായ ദൈവമേ, നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ സ്വർഗ്ഗത്തിലെയും ഭൂമിയുടെയും നാഥനായ പിതാവ് വാഴ്ത്തപ്പെടാനാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ആരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. പിതാവ് ആരെന്ന് പുത്രനും, പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. എന്തെന്നാൽ ഞാൻ പറയുന്നു, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. കർത്താവിന്റെ സുവിശേഷം. തോബിയാസ് റാഫേലിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. തോബിയാസ് റാഫേലിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു.
തോബിത്തിന്റെ പുസ്തകം 5-ാം അധ്യായം 10-ാം തിരുവചനം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ വലിയ ബഹുമാനപ്പെട്ട മുഖ്യകാർമ്മികനായിരിക്കുന്ന ജോൺസ് കുഞ്ഞാച്ചൻ, ബഹുമാനപ്പെട്ട വികാരി സെബാസ്റ്റ്യൻ അച്ഛൻ, സഹ വികാരിമാരായ ആൽഫിൻ അച്ഛൻ, പ്രവീൺ അച്ഛൻ, സഹകാർമ്മികരായിരിക്കുന്ന പ്രിൻസ് അച്ഛൻ, സോബിൻ അച്ഛൻ, സോജൻ അച്ഛൻ, സിനോജ് അച്ഛൻ, ഈ തിരുനാളിന് നേതൃത്വം കൊടുക്കുകയും ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്ന പ്രസിദ്ധീമാർ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, 180ാമത് കൊബ്രേരിയ തിരുനാൾ വിശുദ്ധ റാഫേൽ മലാഖയുടെ തിരുനാൾ ആഘോഷിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി വിശുദ്ധ റാഫേലിലൂടെ അനുഗ്രഹിക്കുമാറാണ്. തോബിയാസ് റാഫേലിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. തിരുനാളിന് നമ്മൾ ഒരുപാട് പേരെ ക്ഷണിക്കാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടുകളിലേക്ക് ക്ഷണിക്കും. ജന്മദിനത്തിന്, വിവാഹ ആഘോഷത്തിന്, മരണാനന്തര ചടങ്ങിന്, അങ്ങനെ നീണ്ടുപോകുന്ന ഒരു ലിസ്റ്റുണ്ട് നമ്മുടെ ജീവിതത്തിലെ ചില ആഘോഷങ്ങൾ. ഈ ആഘോഷങ്ങൾക്കെല്ലാം ക്ഷണം നൽകി പലരെയും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട്. കെട്ടിച്ചു വിട്ട മക്കളൊക്കെ വരുന്ന, നിലാവ് പരക്കുന്ന, ഗൃഹാതുരത്വം നിറഞ്ഞു തുറങ്ങുന്ന അതിമനോഹരമായ ഒരു രാത്രിയിലാണ് നമ്മൾ. ആ രാത്രിയുടെ ശോഭ ഈ വിളക്കുകളിൽ കാണുന്നുണ്ട്, നമ്മുടെ മുഖത്തുണ്ട്, സന്തോഷമുണ്ട്. തീർച്ചയായും നമ്മളെല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. വിശുദ്ധ റാഫേലിനെ നമ്മുടെ വീട്ടില് തിരുനാളിൽ ക്ഷണിച്ചു. ചോദ്യം, വിശുദ്ധ റാഫേലിനെ നമ്മുടെ വീട്ടിലെ തിരുനാളിന് ക്ഷണിച്ചു. കോട്ടപ്പുറത്തുള്ള ഒരു പെൺകുട്ടി വിവാഹം വിളിക്കാനായിട്ട് എന്നെ വന്നത്. ആ കുടുംബവുമായിട്ട് ഒരുപാട് അടുപ്പമുള്ളതുകൊണ്ട് അവളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ആ മാതാപിതാക്കൾ എന്നെ കൂടെ കാണാറുണ്ടായിരുന്നത് കൊണ്ട് ആദ്യം തന്നെ അച്ഛനെ വിളിക്കും, കല്യാണം വിളിക്കും, അച്ഛനെ വിളിച്ചിട്ട് മറ്റാരെയും വിളിക്കൂ എന്ന് പറഞ്ഞിരുന്നത് കൊണ്ടും ഈ പെൺകുട്ടി എന്നെ വിവാഹം വിളിക്കാനായിട്ട് മാതാപിതാക്കന്മാരോടൊപ്പം എത്തിച്ചേർന്നപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം, ആദ്യത്തെ വിളി, ആദ്യത്തെ കാർഡ് എനിക്കായിരിക്കുമല്ലോ. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഇല്ല അച്ഛൻ, ഞാൻ ആദ്യം കാർഡ് കൊടുത്തത് കോട്ടപ്പുറത്തുള്ള മിഖായൽ മാലാഖയുടെ അടുത്താണ്. മാലാഖയ്ക്ക് കൊണ്ടുപോയി കാർഡ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, മാലാഖി എൻ്റെ കല്യാണത്തിന് പറഞ്ഞു. ഔസേപിതാവിന്റെ രൂപമുണ്ട്, ഔസേപിതാവിന്റെ രൂപത്തിന്റെ മുമ്പിൽ കാർഡ് വെച്ചിട്ട് പറഞ്ഞു, ഔസേപിതാവ് എൻ്റെ കല്യാണത്തിന് പറഞ്ഞു. മാതാവിന്റെ രൂപത്തിന്റെ മുമ്പിൽ കാർഡ് വെച്ചിട്ട് ഈ പെൺകുട്ടി പറഞ്ഞു, മാതാവ് നീ കല്യാണത്തിന്. അങ്ങനെ അവള് കല്യാണത്തിന് അവിടെയുള്ള എല്ലാ രൂപത്തിന്റെ മുമ്പിൽ കാർഡ് വെച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കും. എന്നിട്ടാണ് അച്ഛനെ വിളിക്കാൻ ആരംഭിച്ചത്. ആദ്യം അച്ഛനെ വിളിക്കും, കല്യാണം വിളിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ വചനം പറയുന്നത് പോലെ റാഫേൽ മാലാഖയോട് ഒരുപാട് അടുത്ത് നിൽക്കുന്നത് ഈ പള്ളിമുറ്റം എനിക്ക് സുപരിചിതമാണ്. ഈ പള്ളിമുറ്റത്ത് വെച്ചാണ് ഇതുപോലൊരു തിരുനാൾ ആഘോഷത്തില് ഒരു ഞായറാഴ്ച എന്നെ കാണാതെ പോകുന്നത്. ഈ പള്ളിമുറ്റത്തില് അമ്മയുടെ കൈക്ക് പിടിച്ച്, ആരുടെയൊക്കെ കൈക്ക് പിടിച്ചിട്ട് ഞാൻ നടന്നു. ഏറ്റവും ഒടുവിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ കൈക്ക് പിടിച്ചിരിക്കുന്ന വ്യക്തി എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയല്ല. ആരുടെയോ കൈക്ക് പിടിച്ച് ഞാൻ ഇതിലൂടെ നടക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് കാറി കരഞ്ഞുകൊണ്ട് ഈ പള്ളിമുറ്റത്ത് കൂടി അവിടെയും ഇവിടെയും ഓടി നടന്നത് എൻ്റെ ഓർമ്മയിലുണ്ട് ഇപ്പോഴും. അന്ന് നമുക്ക് ഈ തൈക്കൂടം പാലത്തിന്റെ അവിടെ നിന്ന് നീണ്ടൊരു സ്റ്റെപ്പ് താഴേക്ക് ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സ്റ്റെപ്പില്
അവസാനം എൻ്റെ അമ്മയുടെ ആങ്ങളെ എന്നെ കണ്ടെത്തി അവിടെ എത്തിക്കുമ്പോൾ ആ സ്റ്റെപ്പിൽ തകർന്നിരിക്കുന്ന എൻ്റെ അമ്മ. അങ്ങനെ ഒരു ഗൃഹാതുരത്വം കൂടി എനിക്ക് ഈ ദേവാലയത്തെ കുറിച്ച് പറയാൻ കൂടിയുണ്ട്. കാരണം ഞാൻ തൊട്ടടുത്താണ്, ഒരുപാട് ബന്ധുക്കളൊക്കെ നിൽക്കുന്ന ഒരിടമാണ്. തിരിച്ചറിയാൻ പാടില്ലെങ്കിൽ കൂടി, തിരിച്ചറിയില്ലെങ്കിൽ കൂടി ബന്ധുക്കളായി തീരുന്ന ഈ ബന്ധുക്കളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ റാഫേൽ മാലാഖയെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. റാഫേൽ മാലാഖ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അത് തോബീത്തിന്റെ പുസ്തകത്തില് 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലുണ്ട്. റാഫേൽ മാലാഖ നിയുക്തനാകുന്നതിനെ കുറിച്ച് ഇപ്രകാരമാണ് എഴുതിയിരിക്കുക: തോബീത്തിന്റെ കണ്ണിലെ വെളുത്ത പടലം നീക്കം ചെയ്യുന്നതിന് സാറയ്ക്ക് ഭർത്താവായി തോബിയാസിനെ നൽകുന്നതിനും അസ്മേരൂസ് എന്ന് പറയുന്ന ദുഷ്ടപിശാചിനെ ബന്ധിക്കുന്നതിനുമായി റാഫേൽ നിയുക്തനാണ്. 3 കാര്യങ്ങളാണ്. 1 കാഴ്ച കൊടുക്കുക, 2 വിവാഹം നടത്തുക, 3 പിശാചിനെ ബന്ധിക്കുക. ഈ 3 ദൗത്യം. അപ്പൊ നിങ്ങൾ വിശുദ്ധ റാഫേലിനെ ഇന്ന് തിരുനാളിന് നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നടക്കും. 1 കാഴ്ച നഷ്ടപ്പെട്ടിട്ടുള്ളൂ. കാഴ്ച നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? കാഴ്ചകളും കാഴ്ചപ്പാടുകളും ഒക്കെ ഇല്ലാതെ പോകുന്ന ഒരു സമൂഹത്തിൽ ഈ തോബിയാസിന്റെ കുടുംബം, തോബീത്തിന്റെ കുടുംബം ഈ കാഴ്ച നഷ്ടപ്പെട്ട ഒരു കുടുംബമായിരുന്നു. അതെങ്ങനെയായിരുന്നു? പറുദീസ പോലെ സുന്ദരമായ ഒരു വീടായിരുന്നു ഈ തോബീത്തിന്റെ കുടുംബം എന്ന് പറയുന്നത്. പറുദീസ പോലെ സുന്ദരമായ ഒരു വീട്. അത് നമുക്ക് എങ്ങനെ വായിച്ചെടുക്കാനാവും? അത് തോബീത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലുണ്ട്. തോബീത്ത് പറയുകയാണ്: എന്റെ മനസ്സ് മുഴുവൻ ദൈവവിചാരത്താൽ നിറഞ്ഞിരുന്നു. ദൈവത്തിന്റെ ഓർമ്മ എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. എപ്പോഴും ദൈവത്തിന്റെ ഓർമ്മ എവിടെയാണ് ഉള്ളത്? പറുദീസയിൽ. അവിടെയാണ് ദൈവം ഇറങ്ങി നടക്കുക, അവിടെയാണ് ദൈവം കൂട്ടുവരിക, അവിടെയാണ് ദൈവം സല്ലപിക്കുക, അവിടെയാണ് ദൈവം സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുന്ന ദൈവവുമായിട്ട് സംസർഗമുള്ള ഒരു പറുദീസയായിരുന്നു തോബീത്തിന്റെ കുടുംബം. പക്ഷേ ഈ പരിക്കേറ്റ പറുദീസയായിട്ട് തോബീത്തിന്റെ വീട് മാറിയെന്നുള്ളത്. പരിക്കേറ്റ പറുദീസ. തോബീത്ത് ചില കാര്യങ്ങൾ നിസ്സാരവൽക്കരിച്ചു. കിടക്കുമ്പോൾ മുഖം മൂടണം എന്നുള്ള കാര്യം മറന്നുപോയ തോബീത്ത് പിന്നീട് അന്ധനായിട്ട് തീരുക. ചില കാര്യങ്ങൾ ഇങ്ങനെ നിസ്സാരവൽക്കരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തില് നമ്മുടെ കുടുംബമാകുന്ന പറുദീസയ്ക്ക് പരിക്കേറ്റു. അവിടെ ചിലപ്പോൾ കാണാനും കാഴ്ചപ്പാടുകൾ മാറാനും സാധ്യതയുണ്ട്. നമ്മൾ കാണുന്ന കാഴ്ചകൾക്ക് വികലത സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ സംഭവം നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. തോബീത്തിന്റെ പുസ്തകത്തില് തോബീത്ത് അന്ധനായതിനു ശേഷം ഭാര്യ ജോലി ചെയ്ത് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ആ കുടുംബത്തെ പോറ്റുന്നത് അന്ന എന്ന് പറയുന്ന ഒരു അമ്മ, അതായത് തോബീത്തിന്റെ ഭാര്യ, തോബിയാസിന്റെ അമ്മ. ഈ തോബീത്തിന്റെ ഭാര്യ അന്ന മറ്റുള്ളവർക്ക് ആവശ്യമായ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്ന് നമുക്ക് സുപരിചിതമായ കാര്യമാണ്. ഏറ്റവും ഒടുവില് അവൾക്ക് സമ്മാനമായി കിട്ടിയ ഒരു ആട്ടിൻകുട്ടി അത് മോഷ്ടിച്ചതാണ് എന്നുള്ളൊരു ചിന്ത ഈ ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ തോബീത്തിന്റെ മനസ്സിൽ ഉദിച്ചു. അന്ന് വരെ ഭാര്യ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാത്ത തോബീത്ത് അന്ന് നോവിച്ചു: നീ മോഷ്ടിച്ചതല്ലേ? നോക്കിക്കേ, ചില നിസ്സാരവൽക്കരണങ്ങൾ നമുക്ക് കൊണ്ടുവരുന്നത് ചില മുറിവുകൾ. കുടുംബ ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടായി. ഏത് തോട്ടത്തിലും ഈ പറുദീസയിൽ സംഭവിച്ചത് ഇങ്ങനെയല്ലേ? ചില നിസ്സാരത്തിലൊക്കെ കഴിച്ചാൽ എന്താ കുഴപ്പം? ആ ഒരു കുഴപ്പത്തിൽ നിന്നല്ലേ അവരുടെ ജീവിതത്തിലേക്ക് ഈ ഒരു അബദ്ധം കടന്നു വരുന്നത്. അവർ പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങി. പരസ്പരം കുടുംബത്തിന് പരിക്കേൽക്കുന്ന സംസാരങ്ങൾ ഉണ്ടാകുന്നതിനെപ്പെടാം. നമ്മുടെ സംസാരങ്ങൾ പരിക്കേൽക്കുന്നതായി മാറുന്നതിനെപ്പെടാം. ഈ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ, ദൈവത്തെ കാണാനുള്ള കാഴ്ച നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. എല്ലാം നിസ്സാരവൽക്കരിച്ച് ജീവിച്ചു പോകുക. നമ്മൾ നിസ്സാരവൽക്കരിക്കാതെ ജീവിതത്തിൽ ദൈവം തന്ന കൽപ്പനകളൊക്കെ അത് ദൈവത്തോട് അടുക്കുവാൻ ദൈവം എഴുതി വെച്ചതാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്.
പുരോഹിത് എല്ലാ കൽപ്പനകളും പാലിച്ചവർ തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾ നിസ്സാരവൽക്കരിച്ചു. അതിന്റെ പരിണിത ഫലമാണ് ഈ അന്ധത എന്ന് പറയുന്നത്. നമ്മൾ ഓർക്കണേ, നമ്മുടെ ജീവിതത്തിൽ ചില നിസ്സാരവൽക്കരണങ്ങളുണ്ട്. നമ്മളെ നിസ്സാരവൽക്കരിക്കാതെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 35-ാം അധ്യായം യോനാദാബ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചാണ്. യോനാദാബ് റക്കബായയുടെ മക്കളാണ് യോനാദാബിന്റെ മക്കൾ. ഒരു ദിവസം ജെറമിയ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ പോയിട്ട് ഈ യോനാദാബിന്റെ മക്കളെ ദേവാലയത്തിൽ വിളിച്ചു കൂട്ടുക, എന്നിട്ട് അവരുടെ മുമ്പിൽ വീഞ്ഞ് നിറച്ച പാത്രങ്ങൾ വെക്കുക, എന്നിട്ട് അവരോട് ഇത് കുടിക്കാൻ പറയും. ഇത്ര പറഞ്ഞു. ജെറമിയ ദേവാലയത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു മുറിയില് വീഞ്ഞ് നിറച്ച കുടകൾ ഇങ്ങനെ വെച്ചു. അതില് പകരാനുള്ള ചർച്ചകൾ വെച്ചു. എന്നിട്ട് റക്കബായരുടെ മക്കൾ, യോനാദാബിന്റെ മക്കളെ വിളിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും ഉണ്ട്. എന്നിട്ട് ഈ പ്രവാചകൻ പറയുകയാണ് വീഞ്ഞ് കുടിക്കുക. ഒന്ന് ഓർത്തു നോക്കണം, ദേവാലയത്തിൽ വെച്ച് പ്രവാചകൻ, അതും ജെറമിയ പ്രവാചകൻ ഇവരോട് ആവശ്യപ്പെടുന്നു വീഞ്ഞ് കുടിക്കുക. അപ്പോൾ ഈ യോനാദാബിന്റെ മക്കൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾ വീഞ്ഞ് കുടിക്കുകയില്ല. ഞങ്ങൾ വീഞ്ഞ് കുടിക്കുകയോ വിത്ത് വിതയ്ക്കുകയോ കൂടാരം പണിയുകയോ ഒന്നിനോട്ട് നട്ടുപിടിപ്പിക്കുകയോ ചെയ്യുകയില്ല. കാരണം ഞങ്ങളുടെ അപ്പൻ യോനാദാബ് പറഞ്ഞിട്ടുണ്ട് വിത്ത് വിതയ്ക്കരുത്, വീഞ്ഞ് കുടിക്കരുത്, കൂടാരം പണിയരുത്. ഇതൊക്കെ ഞങ്ങളുടെ അപ്പം പറഞ്ഞിരിക്കുന്ന കാര്യം. അതിൽ നിന്ന് ഞങ്ങൾക്ക് മാറ്റമില്ല. അവർ നിസ്സാരവൽക്കരിക്കാൻ തയ്യാറായി അപ്പം പറഞ്ഞ കൽപ്പന. പ്രിയമുള്ളവരെ ഓർക്കണം, സുഭാഷിതങ്ങളുടെ പുസ്തകം 22-ാമത്തെ 28-ാമത്തെ വാക്യത്തില് വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പിതാക്കന്മാർ പണ്ടേ ഇട്ട അതിർത്തിക്കല്ല് മാറ്റരുത്. പിതാക്കന്മാർ പണ്ടേ ഇട്ട അതിർത്തിക്കല്ലുണ്ടല്ലേ? നമ്മുടെ കുടുംബ ജീവിതത്തിനൊരു അതിർത്തിക്കല്ലിട്ടുണ്ട്. ഇതിങ്ങനെയായി. ഇപ്പൊ നമ്മൾ ചോദിക്കും, ഇതൊക്കെ ഇങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം? എന്നെ ആത്മീയപരമായിട്ട് വളർത്താൻ സഹായിച്ചിട്ടുള്ളൂ. അവർ വിദേശത്ത് മകളുടെ കല്യാണമാണ് എന്ന് പറഞ്ഞ് എന്നെ അറിയിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വരാം. പക്ഷെ കല്യാണത്തിന് എത്താൻ പറ്റില്ല. ഒരു ദിവസം എനിക്ക് സൗകര്യമുള്ള സമയത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞ് ഒരാഴ്ച നേരത്തെ ഞാൻ ആ വീട്ടിലേക്ക് എത്തുകയാണ്. ആ വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പൻ ഉണ്ടാകുകയും അവർക്ക് 2 മക്കളേ ഉള്ളൂ, ആണും പെണ്ണുമായിട്ട്. അപ്പോ 2 മക്കളുണ്ട്. അവര് ചെന്നു, ഞാൻ അവിടെ ചെന്നു, അവരെ സ്വീകരിച്ചു. അപ്പോൾ വേറൊരു ചെറുപ്പക്കാരൻ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ പരിചയപ്പെട്ടപ്പോ ഇവരോട് പറഞ്ഞു, അച്ഛാ, ഇത് ഇവള് കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ. എനിക്ക് അത്ഭുതമാണ്. ഒരാഴ്ച നേരത്തെ ഈ പയ്യൻ ആ വീട്ടിൽ എങ്ങനെ? അപ്പൊ ഞാനിങ്ങനെ സംസാരം കഴിഞ്ഞ ഈ ചെറുക്കന് വേണ്ടിയും നമ്മള് അച്ഛന്മാർ അവർക്ക് വിഷയമല്ലല്ലോ. ഗസ്റ്റ് വന്ന മകനാണെങ്കിൽ ഫോൺ കൊടുത്തിട്ട് അവനിങ്ങനെ നോക്കിക്കൊണ്ടുപോയി. അപ്പോൾ ഫേസ് ഒന്നും ചെയ്യാനായിട്ടൊന്നും ആർക്ക് താല്പര്യമില്ല. അപ്പോൾ സ്വാഭാവികമാണ്, നമുക്കതിനെ പരാതി ഒന്നും പറയാൻ പറ്റില്ല. അവർ എഴുതിട്ട് പോയപ്പോൾ ഈ ആത്മീയതയിലുണ്ടായ, അത് ഓർക്കണേ, ഈ ആത്മീയതയിലുണ്ടായ ഈ അപ്പനോടും അമ്മയോടും ഞാനൊരു കാര്യം ചോദിച്ചു. അവർ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. വിദേശത്തേക്ക് ഒന്ന് ചേർക്കാറാൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവരോട് ഇങ്ങനെ ചോദിച്ചു, ഈ മകളുടെ കല്യാണം ചെറുക്കനല്ലേ അത്? അതെ. അവരെന്ത് ഇവിടെ? അച്ഛൻ അത് 2-3 ദിവസമായിട്ട് അവൻ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു, അതൊക്കെ നമ്മുടെ നാട്ടു നടപ്പാണോ? അതിങ്ങനെ അച്ഛൻ ഇവിടെ ജീവിക്കണം, അച്ഛൻ എവിടെയാണ് ജീവിക്കുന്നത്? ഇതൊക്കെ എന്താ കുഴപ്പം? ഇങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം? അവർ നാളെ കല്യാണം കഴിക്കാൻ പോകുകയല്ലേ. പ്രിയമുള്ളവരെ, വിവാഹത്തിന് മുമ്പുള്ള ബന്ധത്തെ നമ്മൾ എന്ത് പേരാണ് വിളിക്കണേ? അപ്പോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക. ചില ബന്ധങ്ങളൊക്കെ നിസ്സാരവൽക്കരിച്ചു. എല്ലാ കാര്യങ്ങളെയും നമ്മൾ നിസ്സാരവൽക്കരിച്ച് പോകുക. ഇത് എത്ര കുഴപ്പം കാണുന്നത്? ഇതിലെന്ത് കുഴപ്പം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിനെ ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോ മാധ്യമങ്ങള് ഈ അതിരുവിട്ട ബന്ധത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്. അതിരുവിട്ട ബന്ധങ്ങളെ വിളിക്കുന്ന ഒരു പേര് ആൺ സുഹൃത്തിന്റെ ഒപ്പം, പെൺ സുഹൃത്തിന്റെ ഒപ്പം, അങ്ങനെയല്ല വിളിക്കുന്നത്. അമ്മ ആൺ സുഹൃത്തിന്റെ ഒപ്പം പോയി, അപ്പൻ പെൺ സുഹൃത്തിന്റെ ഒപ്പം പോയി. പെൺ സുഹൃത്ത് അങ്ങനെ പൊതിഞ്ഞു പിടിക്കുക. നമ്മുടെ സമൂഹം ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുക. ഇതൊന്നും തെറ്റല്ല എന്ന് പറയുന്ന നിസ്സാരവൽക്കരിക്കുന്ന സ്വഭാവം നമ്മുടെ സമൂഹത്തിൽ വരിക. പ്രിയമുള്ളവരെ, നിസ്സാരവൽക്കരിക്കുമ്പോൾ കാഴ്ചപ്പാടുകൾ മാറും. അവിടെ ബഹുദേശിക്കും പരിക്കേൽക്കും എന്ന് പറഞ്ഞാൽ
ഞാൻ നിത്യജീവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത്, I am created for eternity എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകും. നമ്മുടെ പരദീസ പരിക്കേറ്റ പരദീസയായിട്ട് മാറും. നമ്മുടെ കുടുംബം പരിക്കേറ്റ പരദീസ, അവിടെ മുറിവേറ്റ കുഞ്ഞുങ്ങൾ വളർന്നു വരും. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണേ. ഇത്തിരി കയ്പ് നിറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞതെങ്കിൽ കൂടി, കയ്പ് നിറഞ്ഞ കാര്യമാണെങ്കിലും എങ്കിലും അത് നമ്മുടെ ജീവിതത്തിന്റെ അന്ധത മാറ്റുവാനായിട്ട് ഈ കയ്പൊന്ന് ഉരുട്ടുന്നത് നല്ലത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ റാഫേൽ മാലാഖ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന വിവാഹം. സാറയ്ക്ക് തോബിത്തിന് വിവാഹം കഴിക്കാനുള്ള ഒരു അവസരം, അതാണ് ദൈവം സ്വപ്നം. ഇഷ്ടമുള്ളവർ വിവാഹം കഴിക്കാൻ എന്താ കുഴപ്പമെന്താ അങ്ങനെ ചോദിക്കുന്നത്, എല്ലാവരും ചോദിക്കുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ഞാൻ അവന് ചേർന്ന ഒരു ഇണയെ നൽകും. അവന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നൽകും. ആര് നൽകും? ദൈവം നൽകുമെന്ന്. ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ എന്നുള്ളത് ദൈവം തീരുമാനിച്ചത് വളരെ വ്യക്തമായിട്ട് തോബിത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സാറയെ സ്വന്തമാക്കാനുള്ള അവകാശം തോബിത്തിനായിരുന്നു. സാറയെ സ്വന്തമാക്കാനുള്ള അവകാശം തോബിത്തിന്. നമ്മുടെ ഇഷ്ടം പോലെയല്ല, ഇഷ്ടം പോലെ. അങ്ങനെയാണെങ്കിൽ ആ സംഗീതം മാറ്റി എഴുതണം. 127-ാം സംഗീതം എന്താ നമ്മൾ പാടാറുള്ളത്? കർത്താവ് ഭവനം, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ, കർത്താവാണ് ഭവനം പണിയുന്നത്, കർത്താവാണ് തീരുമാനിക്കുന്നത് ആരൊക്കെ ആരൊക്കെ എങ്ങനെ എങ്ങനെയൊക്കെ. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പോഴത്തെ തലമുറ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതൊക്കെ ഇതെങ്ങനെ പോസിബിൾ ആകും? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ തിരഞ്ഞെടുക്കും. പ്രിയമുള്ളവർ, ദൈവത്തിന്റെ തീരുമാനങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു കുടുംബം രൂപപ്പെടും. എവിടെ? വിശുദ്ധ റാഫേൽ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്ന ഒരു കുടുംബം. ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്ന എല്ലാ സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും ദൈവം കൂടെയുണ്ട് എന്ന് പറയുന്നത് കുടുംബം. കുടുംബ ബന്ധത്തെ കുറിച്ച് എഫെസോസ്യർക്കെഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിലാണ് വളരെ വ്യക്തമായിട്ട് ഇതിനെ കുറിച്ച് പറയും. അതിൽ 22-ാമത്തെ വചനം വളരെ ശ്രദ്ധേയമായ വചനമാണ്. എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ അത് ക്രിസ്തുവിനെ പ്രതിയായിരിക്കട്ടെ. നീ ഭർത്താവിനെ സ്നേഹിക്കുന്നത്, ഭാര്യ സ്നേഹിക്കുന്നത് ക്രിസ്തുവിനെ പ്രതിയായിരിക്കട്ടെ. ഇങ്ങനെ പറയും. ക്രിസ്തുവാണ് കേന്ദ്രമായിട്ട്. ദൈവത്തെ പ്രതിയാണ് കുടുംബ ജീവിതത്തിലുള്ള സ്നേഹം മുന്നോട്ട് പോകേണ്ടത്. ചിലപ്പോൾ നമുക്ക് തോന്നും, എന്താ ഭാര്യ വന്നിരിക്കുക, ഇയാൾ എന്നെ സ്നേഹിക്കുന്നില്ല, ഇയാൾ ഒട്ടും എന്നെ സ്നേഹിക്കുന്നില്ല. അപ്പൊ ഭർത്താവ് പറയാം, ഇവളെ ഒട്ടും അനുസരിക്കുന്നില്ല, പിന്നെ എങ്ങനെ സ്നേഹിക്കാൻ പോകും? എന്നെ ഒട്ടും അനുസരിക്കുന്നില്ല. എന്താ ചെയ്യേണ്ടത്? പറഞ്ഞു കൊടുക്കുന്ന ഉദ്ദേശം ഇത്രയേ ഉള്ളൂ: നിന്നെ അവൻ സ്നേഹിച്ചില്ലെങ്കിൽ നീ അനുസരിക്കണം. നിന്നെ അവൻ സ്നേഹിച്ചില്ലെങ്കിൽ അനുസരിക്കണം. ബുദ്ധിമുട്ടാണോ? ഇത് ഞങ്ങൾ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. പൗരത്വത്തിലുണ്ട് അനുസരണം. അത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുന്ന കാലഘട്ടം. അപ്പോ സ്നേഹിച്ചില്ലെങ്കിലും അനുസരിക്കണം. പിന്നീട് പറയുന്ന കാര്യമാണ് അനുസരിച്ചില്ലെങ്കിലും സ്നേഹിക്കണം. അവരോട് പറയും, അനുസരിച്ചില്ലെങ്കിലും നീ സ്നേഹിക്കണം. ഇതാണ് കുടുംബ ജീവിതത്തിന്റെ, ദാമ്പത്യ ജീവിതത്തിന്റെ നമ്മുടെ തിരഞ്ഞെടുപ്പല്ല, ദൈവമാണ് തിരഞ്ഞെടുത്തത് എന്നുള്ളൊരു ചിന്ത. അതുകൊണ്ടല്ലേ ഇത്രയും ദീർഘമായ ഒരു ദാമ്പത്യ ജീവിതം ഏത് കഷ്ടപ്പാടിന്റെയും ദുഃഖത്തിന്റെയും വേദനയുടെയും നടുവിൽ നമ്മുടെ പൂർവികരായ വ്യക്തികൾ കൊണ്ടു നടന്നത്. സങ്കടമുണ്ടായിരുന്നു, ദുഃഖമുണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു. ഒരു വേള ഇതെല്ലാം വിട്ടിട്ട് എറിഞ്ഞിട്ട് പോകാനായിട്ടുള്ള പ്രവണത ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് അതിനുവേണ്ടി ആരെങ്കിലും സമീപിച്ചു കഴിയുമ്പോൾ ഓക്കെ, സോ യു ഗോ ഫോർ ദ ഡിവോഴ്സ് എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ ഇനി ഇതിന്റെ പിന്നാലെ എന്തിനാ ഇങ്ങനെയൊക്കെ ഈ ഭാരപ്പെട്ടുള്ള ജീവിതം? എല്ലാവർക്കും ഇങ്ങനെ ഈ ഒരു സങ്കടത്ത, ഈ ഒരു ദുരിതം, വേദന ജീവിത പങ്കാളി ഒരു ഭാരമായിട്ട് മാറുന്നു. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നും നമുക്ക് പറ്റില്ലല്ലോ. അത് ആ വ്യക്തി അഡാപ്റ്റ് ചെയ്യുക, അവരുടെ സ്വഭാവങ്ങളെ, അവരുടെ സ്വഭാവങ്ങളെ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നിവർത്തിയില്ല. ദൈവം യോജിപ്പിച്ചതാണ് എന്നുള്ളൊരു ചിന്ത, അതാണ് വിവാഹം എന്നുള്ള സങ്കല്പത്തിലേക്ക് വരുമ്പോൾ. അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഈ ഡിവോഴ്സിന്റെ പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ റാഫേൽ മാലാഖയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. വിവാഹം നടക്കാത്തവരുണ്ടെങ്കിൽ ഒരുപാട് പേര് ഈ തൃശ്ശൂര് ഒരു പള്ളിയില് വിവാഹത്തിന് വേണ്ടി വിവാഹം നടക്കാത്ത പുരുഷന്മാരും സ്ത്രീകളും വരാൻ പറഞ്ഞു. 4 സ്ത്രീകളും
320 പുരുഷന്മാരുണ്ട്, 4 സ്ത്രീകളും 320. ഈ 4 സ്ത്രീകളിൽ 2 പേര് എങ്ങനെയുണ്ട് എന്ന് ആകേണ്ടി വന്നതാണ്. അവർ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് വന്നതല്ല, എങ്ങനെയുണ്ട് എന്നുള്ളത്. കുടുംബജീവിതത്തിൽ ഇത് വലിയൊരു പ്രശ്നം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവരും ഭയമാണ്, എല്ലായിടത്തും ഭയമാണ്. എന്ത് ചെയ്യും. കാരണം ഒളിച്ചു മറിച്ചുള്ള ഒരു ജീവിതമാണ്. ഒളിച്ചു മറിച്ചു ജോർജിയേട്ടന് നെഞ്ചുവേദന വന്നപ്പോൾ ജോർജിയേട്ടൻ ഇങ്ങനെ നെഞ്ചത്തിന് വേണ്ടി ഈ ഒരു കാര്യം ചെയ്യും, എനിക്ക് ഇത്തിരി ജീരകവെള്ളം തിളപ്പിച്ച ഗ്യാസ് കയറിയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ജോർജിയേട്ടൻ്റെ ഭാര്യ ജീരകവെള്ളം തിളപ്പിച്ച് കൊടുത്തു. ഗ്യാസ് കയറി മാറിന് വേർത്ത് കുളിക്കുന്നുണ്ട്. എടോ, ഇത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നമായില്ലേ, ഞാൻ തട്ടിപ്പോകാൻ പോകാമെന്ന് തോന്നുന്നത്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, അടുത്തുള്ള ബേബിച്ചേട്ടൻ ഒന്ന് വിളിച്ച് ഈ സഹാബിച്ചേട്ടത്തി വേഗം തന്നെ ബേബിച്ചേട്ടനെ വിളിക്കാൻ ഫോണെടുത്തു. അപ്പോഴാണ് ഫോണിൽ പൈസ ചെയ്യുന്നത്. ഇയാൾ വന്നിട്ട് പറഞ്ഞു, മനുഷ്യൻ തന്നോട് എത്ര വട്ടം പറഞ്ഞു ഈ ഫോൺ ഒന്ന് ചാർജ് ചെയ്തതാണ്, നിങ്ങളിത് ചെയ്തില്ല, നിങ്ങളുടെ ഫോൺ എടുത്തേ. ഈ ഫോൺ അയാൾ എടുത്ത് കൊടുക്കുന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇതിന് പാസ്വേഡ് ഉണ്ടാവുന്നു. അപ്പോൾ ഭർത്താവ് പറഞ്ഞ കാര്യം, എൻ്റെ നെഞ്ചുവേദന പോയി, കാരണം പാസ്വേഡ് പറഞ്ഞാൽ തകർന്നു പോകും. അപ്പൊ അതുകൊണ്ട് എല്ലാം രഹസ്യമായിട്ടാണ്. കുടുംബ ജീവിതത്തിന്റെ സുതാര്യതയ്ക്ക് നമുക്ക് വിശുദ്ധ മിഖായേലിനെ കൂട്ടുപിടിക്കുന്നുണ്ട്. ഇനി 3ാമത്തെ കാര്യം, മിഖായേൽ വന്ന അസ്മേദേവൂസ് എന്ന് പറയുന്ന പിശാചിനെ, ദുഷ്ട പിശാചിനെ എത്തിച്ചു. ഈ മക്കൾക്ക് പിശാച് ബാധയുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ്. ഇവിടെ അസ്മദേവൂസ് എന്ന് പറയുന്നത് വിവാഹം നടക്കാതിരിക്കാൻ പരിശ്രമിക്കുന്ന ഒരു പിശാചായിട്ട് പലരും വ്യാഖ്യാനിക്കാറുണ്ട്. ഞാൻ ഇതുമായിട്ട് ഈ ദിവസങ്ങളൊക്കെ മുഴുവനും ഇങ്ങനെ സത്യത്തിൽ തിരുനാൾ ഇവിടെയാണ് ഞാൻ പ്രസംഗിക്കാൻ വരേണ്ടതെന്നുള്ളത് മറന്നുപോയി. ഞാൻ യൂദാശ്രീയുടെ തിരുനാളിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇടവകയിൽ എന്നെ വിളിച്ചപ്പോഴാണ് പറയുന്നത്, അച്ഛൻ ഇവിടെ ശനിയാഴ്ച വരുമ്പോൾ എനിക്കിത് കാണാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ വരുന്നില്ലല്ലോ. എനിക്ക് ആൽഫിനച്ഛൻ ഉണ്ടായ പള്ളിയാണ് പറഞ്ഞത്, ആൽഫിനച്ഛനാണ് വിളിച്ചത്. പിന്നീടാണ് ഇത് മാറിയത്. അപ്പൊ ഞാൻ ഈ വചനമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ വന്ന ഒരു കാര്യം, അത് ഈ തോബിത്തിന്റെ പുസ്തകത്തില് 3-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ, അതായത് ഈ പിശാചിന്റെ പ്രത്യേകത, ഈ പിശാച് നിരാശ തരുന്ന ഒരു പിശാച്. ഇതിനെ പറയുന്നത് സീറ്റൻ ഓഫ് ഡിപ്രഷൻ എന്നാണ് പറയുന്നത്. ഡിപ്രഷൻ, ഇത് ഡിപ്രഷന്റെ കാലഘട്ടം. എല്ലാവർക്കും ഡിപ്രഷനാണ്. ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഉണ്ടാവും ഡിപ്രഷൻ. അങ്ങനെയുള്ള സാഹചര്യമാണ്. ഈ ഡിപ്രഷൻ കാരണമായി തീരുന്ന ഒരു പിശാചാണ് ഈ അസ്മേദേവൂസ് എന്ന് പറയുന്ന പിശാച്. അപ്പൊ അതുകൊണ്ട് ഈ പിശാചിനെ ഒഴിവാക്കുന്നത്, അത് പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഈ സാറയുടെ ഭർത്താക്കന്മാരെ എല്ലാം കഴുത്ത് ജനിച്ചൊല്ലേ ഈ പിശാച്. അപ്പൊ സാറെ എല്ലാവരും കൂടി കളിയാക്കിയപ്പോൾ സാറ് ചെന്നില്ല, തൂങ്ങി മരിച്ചു കളയാം. ആത്മഹത്യ നൽകാനുള്ള പ്രവണത നൽകുന്ന കൂടി, അങ്ങനെയുള്ള ഒരു പേര് കൂടി ആത്മഹത്യക്ക് പ്രേരണ നൽകുന്നു. നമ്മുടെ നാട്ടില് ആത്മഹത്യ നടക്കുന്നത് എനിക്കൊരു അച്ഛനെ അറിയാലോ, അച്ഛനെ എനിക്കറിയാം. ആ അച്ഛനായ ഇടവയിൽ വന്നു കഴിഞ്ഞാൽ ഒരാൾ കൂടി മരിക്കാൻ എന്ന് പറഞ്ഞാൽ തൂക്കി മരിക്കാൻ, സൂയിസൈഡ് ഉണ്ടാകും. അത് ഈ ഹൈവേയിലാണ്. ഈ അച്ഛൻ അങ്ങനെ, ഈ അച്ഛൻ ഇങ്ങനെ ആ ഇടവയിൽ പോയി എന്നെ ഈ ഒരു പിശാചിനെ കുറിച്ച് പോലും പരിചയപ്പെടുത്തി. സൂയിസൈഡ് ടെൻഡൻസി തരുന്ന പിശാച് എന്ന് പറയുന്നത് ഇതാണ് എന്ന് പരിചയപ്പെടുത്തിയത് എൻ്റെ സ്പിരിച്വൽ ഫാദർ, എൻ്റെ ആത്മീയതോ അദ്ദേഹമാണ് എന്നെ പരിചയപ്പെടുത്തി. ഈ ഒരു ഇത് ഡിപ്രഷനെ അനുഭവിക്കുന്നു. അവർക്ക് ഡിപ്രഷനാണ്. ഇത് എന്തോരം പേരുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഡിപ്രഷനാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിലതൊക്കെ കിട്ടാതെ, പഠിച്ച് എഴുതിയിട്ട് പരീക്ഷകൾ പാസ്സാകാതെ, അല്ലെങ്കിൽ പുറത്തേക്കുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ട് രക്ഷപ്പെടാതെ, അല്ലെങ്കിൽ വിവാഹം നടക്കാതെ, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ചില അവഗണനകൾ കൊണ്ട് ഇങ്ങനെ ഡിപ്രഷൻ അടിച്ച് പോകുന്ന ഒരുപാട് പേരില്ല. മരുന്ന് കഴിക്കുന്ന പലരും ഉണ്ടാവും. ഈ കൂട്ടത്തിൽ എത്ര പേരുണ്ടാകും എന്ന് ചോദിച്ചാൽ ഒരുപാട് പേരുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ അതൊരു അവസ്ഥയാണ്. ആ അവസ്ഥ ആർക്കും വരാം. മോശിക്കുണ്ടായിട്ടുണ്ട്. അത് മോശിക്കുണ്ടായതിനെ കുറിച്ച് സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിലുണ്ടേ. മോശ പറയുക, ഞാൻ മരിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ആത്മീയ ഗുരുവായ ഇസ്രായേലിനെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച മോശയുടെ മനസ്സിൽ പോലും ഈ പിശാച്
പിശാച് കയറാൻ ഇടവന്നു എന്നുള്ളതാണ്. അത് ആർക്കും വരാവുന്ന ഒരു കാര്യം. എത്ര ആത്മീയപരമായി ഉയർന്നു എന്ന് പറഞ്ഞാലും ആരെയും ആക്രമിക്കാൻ ഇടയുള്ള ഒരു സാധ്യതയാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പിശാചിനെ നമ്മുടെ ഉള്ളിലുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് കണ്ടെത്തണം. അങ്ങനെയുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാനായിട്ട് അത് തിരിച്ചറിയുക എന്നുള്ളത്. യേശു ജെറുസലേമിലേക്ക് പോകുന്ന വഴിക്ക് സമരിയയിലെത്തിയപ്പോൾ സമരിയക്കാർക്ക് അവരെ സ്വീകരിക്കാൻ വേണ്ടി യേശു വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അപ്പോ യോഹന്നാനും യാക്കോബും കൂടി ചേർന്ന് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ അഗ്നി ഇറക്കി ഇവരെ നശിപ്പിക്കട്ടെ. അങ്ങനെ പറയും, അഗ്നി ഇറക്കി ഇവരെ നശിപ്പിക്കട്ടെ. അപ്പോൾ ഈശോ തിരിഞ്ഞ് അവരെ ശാസിച്ചു എന്നാണ് വചനം പറഞ്ഞത്. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിൽ 50-ാമത്തെ വാക്യം. എന്നിട്ട് അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൽ ഫുട് നോട്ടായിട്ട് നിങ്ങൾക്ക് ഏത് ആത്മാവാണ് ഉള്ളതെന്ന് അറിഞ്ഞുകൂടി. ഏത് ആത്മാവാണ് നമ്മുടെ മക്കൾക്കുള്ളത്, നമ്മുടെ കൂടെയുള്ളത്, ഏത് ആത്മാവാണെന്ന് വിവേചിച്ചറിയാനായിട്ട് സാധിക്കണം. അത് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21-ാം അധ്യായത്തിൽ കാനാൻകാരി സ്ത്രീ മനസ്സിലാക്കുന്നുണ്ട്. തന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. മക്കളില് ഈ പിശാചാണ് പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം അത് പരിശുദ്ധാത്മാവിനെ കഴിയും. അത് ഈ റാപ്പന്മാരൊക്കെ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പോസിബിളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ മാലാഖയെ കൂട്ടുപിടിക്കാം. മാലാഖയെ കൂട്ടും പ്രിയമുള്ളവരെ, ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ റാപ്പന്മാരായിട്ട് ഒരു ഇൻവിറ്റേഷൻ. ഇന്ന് തിരുനാളിൻ്റെ ഒരു സന്ധ്യ. ഈ വീട്ടിലെ ഈ വിളക്കുകളൊക്കെ തെളിഞ്ഞു നിൽക്കുന്നതാണ്. വല്ലാത്തൊരു ലാവണ്യത്തോടുകൂടി ഈ തൈക്കൂടം സീബ്രാഫിൽ സർച്ചിങ്ങി നമ്മളെല്ലാവരും അതിനാണ്. ആ ഒരു സന്തോഷത്തിൽ ഇനി നമ്മുടെ വീട്ടിൽ നിന്ന് കുറവാണ്. റാഫേൽമാരുടെ കുറവ് രൂപം വെച്ചതുകൊണ്ടായില്ല. വിളിക്കും ഇന്ന് തിരുനാളിൽ പോകുമ്പോൾ രൂപത്തിലെടുത്ത് എന്നിട്ട് പറയണമല്ലോ, വന്നേക്കണം, വീട്ടിലുണ്ടാവണം, എല്ലാ ദിവസവും വരണം നിങ്ങളിവിടെ. എന്നിട്ട് എല്ലാ ദിവസവും വിളിച്ചിട്ട് പോകണം, വരണം, എൻ്റെ വീട്ടിലേക്ക് വരണം. റാഫേൽമാരുടെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോകും. അതിനുള്ള കൃപ നിങ്ങൾക്ക് തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. തോന്നി തച്ചവർക്ക് തോന്നിയാസ് റാഫേലിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. സ്നേഹനിധിയായ ദൈവമേ, ആഗോള സഭയെ നയിക്കുന്ന ലിയോ 14-ാം പാപ്പയെയും ഞങ്ങളുടെ അഭിപ്രധാന അഭിമന്യ ജോസഫ് ക്ലാസ് പിതാവിനെയും സഹായപുത്രൻ ആന്റണി ബാലൻ പിതാവിനെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും പ്രത്യേകമായി ഇന്ന് ഈ ദൈവവിളിക്ക് മുഖ്യകാർമ്മികം നൽകുന്ന സ്നേഹബഹുമാനപ്പെട്ട ജോൺസൺ കുഞ്ഞ അച്ഛനെയും സഹകാർമ്മികരെയും അങ്ങേ ദിവ്യ അനുഭവ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുവഴി സ്വർഗത്തിൽ ഞങ്ങളുടെ പേരുകൾ വീഴ്ത്തപ്പെടുവാൻ ഇടയാകുവാനും കൃപയാകണമേ എന്ന് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിലുള്ള ദൈവമേ, എല്ലാ മനുഷ്യരും അങ്ങേ അറിയുവാനും സ്നേഹിക്കുവാനും അങ്ങേ മക്കളായി ജീവിക്കുവാനുമാണല്ലോ നിയമിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് അനേകം പേർ അങ്ങേ അറിയാതെ മതകാലത്ത് ജീവിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിൽ സത്യവിശ്വാസത്തിന്റെ പൊൻകതിരുകൾ വിരിയുവാൻ ഇടയാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എത്രയോ പേരുള്ളവരാണെന്ന് കാണിച്ചു തന്നുവല്ലോ. എല്ലാ മനുഷ്യരും സ്വന്തം വില മനസ്സിലാക്കി എപ്പോഴും ദൈവമഹത്വത്തിനായി ജീവിക്കാൻ വേണ്ട കൃപകൾ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പിതൃത്വാദികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതും കാതുകൾ കേട്ടിട്ടില്ലാത്തതും ഒരു ഹൃദയവും ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ സുന്ദര സ്വർഗീയ പ്രതീക്ഷയിൽ അവരോരോരുത്തരും എത്തിച്ചേരുവാൻ കരുവാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ അപേക്ഷിച്ചുകൊണ്ട് ഈ സ്തോത്രബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. മാലാഖമാരുടെ ശുശ്രൂഷയാണ് അങ്ങേ മഹിമാവിന്റെ സാന്നിധ്യത്തിൽ സമർപ്പിക്കപ്പെടുന്ന ഈ ബലി പ്രീതിയോടെ സ്വീകരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. സർവേശ്വര പരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ എന്നും അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുക ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. പ്രധാന മാലാഖമാരിലും വിരാജിക്കുന്ന അങ്ങേ മഹത്വം അങ്ങേ പ്രഘോഷണത്താൽ പ്രകീർത്തിക്കുന്നത് ഉചിതമാണ്. എന്തെന്നാൽ മാലാഖ വൃന്ദത്തെ വിശ്വസ്തയോടെ വണങ്ങുമ്പോൾ അതിശയിപ്പിക്കുന്ന അങ്ങേ മഹത്വത്തിലേക്ക് തന്നെയാണ് അത് തിരികെ എത്തുന്നത്. അവരോടുകൂടെയുള്ള ഏറ്റവും പ്രതാപപൂർണമായ പ്രാപത്താൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് എത്രയേറെ മഹോന്നതനാണെന്നും എല്ലാറ്റിലും ഉപരിയായി ആരാധിക്കപ്പെടേണ്ടവനാണെന്നും അങ്ങ് വെളിപ്പെടുത്തുന്നു. അവിടുന്ന് വഴി മാലാഖമാരുടെ വൃന്ദം അങ്ങേ മഹിമയെ വാഴ്ത്തി പുകഴ്ത്തുകയും അവരോട് ഒന്നുചേരുന്ന ഞങ്ങളും ആഹ്ലാദത്തോടെ അങ്ങയെ ആരാധിക്കുകയും അവരോടൊപ്പം ഒരേ സ്വരത്തിൽ സ്തുതി കീർത്തനം ആലപിക്കുകയും ചെയ്യും. സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ് മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനാകട്ടെ. അവിടെ ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം. ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ കർത്താവിനെ പാപ്പിയോട്, ഞങ്ങളുടെ അതിരോഗതീക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും ആന്റണി മെത്രാനോടും വൈദികണത്തോടുമത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ.
ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ് സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും അങ്ങയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനെ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങയെ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുവാനാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ പൊതുപതിയും മഹത്വവും എന്നും എന്നേക്കും. ഇന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കൈമാറുന്ന നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തുവെ അങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ സഭയുടെ വിശ്വാസം നിൽക്കാൻ പാർത്ത് അങ്ങയുടെ തിരുവുള്ള അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണം. എന്നെന്നും ജീവിച്ചു വാഴുന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നത്. ഈ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട നാം ഭാഗ്യവാന്മാർ. അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി. എല്ലാ പാപവും സ്തോത്രം.
തൈക്കോട് വിശുദ്ധ റാഫേൽ മാലാഖയുടെ ദേവാലയത്തിലെ ഈ വർഷത്തെ തിരുനാളിൻ്റെ തലേ ദിവസമായെന്ന് തീർച്ചയായിട്ടും അനുഗ്രഹീതമായ ഒരു സായാഹ്നമായിരുന്നു, സന്തോഷകരമായ ഒരു സായാഹ്നമായിരുന്നു, പ്രാർത്ഥനയുടെ ഒരു സായാഹ്നമായിരുന്നു. പ്രത്യേകം ഈ സമയം എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. പ്രത്യേകമായി ഇന്ന് നമ്മളോടൊപ്പമായിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട അച്ഛന്മാരെ സന്തോഷത്തോടെ ഓർക്കുന്നു. ഇന്ന് മുഖ്യ കാർമ്മികനായി ബലിയർപ്പിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നത് നമുക്കേറെ പ്രിയങ്കരനായ ജോൺസൺ ഡിഗ്രിഗാച്ചനാണ്. കടവന്തരപ്പള്ളിയിൽ, എൻ്റെ നാട്ടിലെ പള്ളിയിൽ വികാരിയായിട്ട് അച്ഛൻ ആയിരിക്കുന്നു. അതിലുപരി കൈക്കോടംകാർക്ക് എനിക്ക് തോന്നുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പേരും മുഖവും വ്യക്തിയൊക്കെയാണ് ജോൺസൺ ഡിഗ്രിഗാച്ചൻ. ഒരു കാലഘട്ടത്തിൽ കോവിഡിൻ്റെതായ സമയത്ത് എല്ലാം അടച്ചുപൂട്ടിയപ്പോൾ തൈക്കൂടം പള്ളിയിൽ നിന്നാണ് പച്ചക്കറി വിപ്ലവം വരാപ്പുഴ അതിരൂപതയിൽ പൊട്ടിപ്പുറപ്പെട്ടത്. അന്ന് ഞങ്ങളുടെ അച്ഛന്മാരുടെ തന്നെ പ്രത്യേകമായി സംസാരമുണ്ടായിരുന്നു. തൈക്കൂടം ഇടവകയിൽ പച്ചക്കറികൾ വളർത്തിക്കൊണ്ടും അത് മുളപ്പിച്ചുകൊണ്ടും അത് വിറ്റുകൊണ്ടും ഈ കോവിഡിൻ്റെ സമയം അത് ഉപകാരപ്രദമാക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തീർന്നില്ല. പ്രളയം വന്നപ്പോൾ അച്ഛൻ ഉടുപ്പൊക്കെ മാറ്റി രണ്ടും കൽപ്പിച്ചിറങ്ങി എല്ലാ സ്ഥലത്തും തൈക്കൂടം ഇടവകയിലെ ജനങ്ങളുമായി കടന്നു ചേർന്നു. ചെടിയിലും മഴയത്തും പുഴയൊക്കെ നീന്തി എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ പോയി നടന്ന ഫോട്ടോയൊക്കെ ഞാനും കണ്ടിരുന്നു. അങ്ങനെ തൈക്കൂടം ഇടവകയില് വളരെ നല്ല രീതിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് കടന്നുപോയ, പല കാര്യത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് കടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ട ജോൺസൺ ഡിഗ്രിഗാച്ചൻ ആണ് ഇന്ന് ഈ വർഷത്തെ തിരുനാൾ. അച്ഛൻ തന്നെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു കാലഘട്ടത്തിന്റെ മാറ്റം നടന്ന ഈ വർഷം തിരുനാൾ. വിപരീതമായ അൽത്താരയിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നമ്മളോട് ഉണ്ടായിരുന്നത്. ഈ സമയം ജോൺസൺസിന് എല്ലാവരുടെയും പേരിലുള്ള വലിയ നന്ദി അറിയിക്കുന്നു. അച്ഛൻ്റെ ആ വലിയ പ്രാർത്ഥനകൾക്കും സഹകരണങ്ങൾക്കും പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് വിശുദ്ധ റാഫേൽ മാലാഖയുടെ വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് മാലാഖയ്ക്ക് കൂട്ടായിരിക്കട്ടെ എന്ന് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നത് ഞാൻ വീട്ടിലെടുത്താണോ ഇത് വചനം പങ്കുവച്ചത് തൈക്കൂടം ഇടവകയിൽ പണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞാണ്. ഇന്ന് വീണ്ടും തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. റാഫേൽ മാലാഖയുടെ കൈ പിടിച്ച് പിന്നെയാണ് നടന്നത്. തൈക്കൂടത്ത് നഷ്ടപ്പെട്ടെങ്കിലും പിന്നെ റാഫേൽ മാലാഖയുടെ കൈ പിടിച്ച് നടന്നത് വചന വഴികളിലൂടെയാണ്, പ്രാർത്ഥന വഴികളിലൂടെയാണ്, ധ്യാന വഴികളിലൂടെയാണ്. ഒരുപാട് ഹൃദയങ്ങളെ തൊട്ടുണർത്തുന്ന, ഒരുപാട് യുവജനങ്ങളെ ഈശോയിലേക്ക് നയിക്കുന്ന, ഒരുപാട് പേർക്ക് വചനം പങ്കുവയ്ക്കുന്ന ബഹുമാനപ്പെട്ട പ്രിൻസച്ചനാണ് ഇന്ന് വചനം പങ്കുവയ്ക്കുവാൻ വേണ്ടി വന്നത്. പ്രിൻസച്ചനെ എന്നും സന്തോഷത്തോടെ സ്വീകരിക്കാൻ മനസ്സുള്ള ഒരാളാണ്. കാരണം അച്ഛൻ്റെ ആ ഒരു സാന്നിധ്യവും സംസാരവും വചനവും ഒക്കെ ഈശോയെ കൊടുക്കുന്ന കാര്യം വളരെ നല്ല, പലരെയും ഹൃദയങ്ങളെ തൊട്ടുണർത്തുന്ന ഒന്ന് തന്നെ.
ഇന്ന് ചിലപ്പോൾ ദൂരെ നിന്നാണ് വായിക്കുന്നത്. വാഗമൺ നിന്നാണ്. വാഗമൺ ഇഷ്ടമുള്ള സ്ഥലമാണ്. എന്നിട്ട് പെട്ടെന്ന് വായിക്കാൻ കിട്ടിയില്ല. വാഗമൺ നിന്നാണ് അച്ഛൻ നമുക്കായിട്ട് വന്നിരിക്കുക. എപ്പോഴും എന്തിനു വിളിച്ചാലും ഓടിയെത്തും. പഴയ വീടുകളിലൊക്കെ ആയിരുന്നാലും അച്ഛൻ വിളിച്ച ഓടിയെത്തുമായിരുന്നു. ഒരുപാട് ധ്യാനമൊക്കെ നടത്തായിരുന്നു. അപ്പൊ അച്ഛനെ പ്രത്യേകമായിട്ട് ഞാൻ നന്ദിയോട് ഓർക്കുന്നു. ഇനിയും അനേകം ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഒരു കൂട്ടായി വിശുദ്ധ റാഫേൽ മാലാഖ ഉണ്ടാകട്ടെ എന്ന് അച്ഛന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾക്ക് ദീപികയിൽ മനോഹരമായ ഈ അൽത്താരയിൽ നിറഞ്ഞ വൈദികരാണ്. അത് തന്നെ മനസ്സിന് സന്തോഷം ഉണ്ടാവും. ഈ വെസ്പെര ദിവസം എല്ലാ അച്ഛന്മാരും കൂടിയുണ്ട്. നമ്മുടെ പാട്രിക്കിലെ സോദനച്ചൻ, റേഡിയോകാരനായ സോദനച്ചൻ, അഗസ്റ്റീനിയൻ സഭാംഗമായ ഷിനോദച്ചൻ, ഇവരെല്ലാവരും ഇന്ന് സന്തോഷത്തോടുകൂടെ നമ്മുടെ തിരുനാൾ ആഘോഷിക്കാൻ റാഫേൽ മാലാഖയുടെ അനുഗ്രഹങ്ങൾ യാചിക്കുവാൻ വേണ്ടി എത്തിയിരിക്കുന്നു. എല്ലാ അച്ഛന്മാർക്കും പ്രത്യേകമായിട്ട് ഞാൻ നന്ദിയും മാലാഖയുടെ പ്രത്യേക സംരക്ഷണം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കാഴ്ച നടത്തിയത് പ്രസിഡന്റുമാരുടെ 4ാം ഗ്രൂപ്പാണ്. അവർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നാളെ തിരുനാൾ സമാപന ദിവസമാണ്. നാളെ സമാപനത്തിലാണ് ഒരുപാട് നന്ദി പറയേണ്ടത്. പക്ഷേ ഞാൻ ഇന്ന് ആ നന്ദി ഒന്ന് പറഞ്ഞു തീർക്കാൻ കാരണം നാളെ പിതാവിന്റെ കുർബാനയും മറ്റു ചില കാര്യങ്ങളുള്ളതുകൊണ്ട് ഒരുപാട് സമയം എടുക്കാൻ പറ്റില്ല. അപ്പോൾ അല്പസമയം നിങ്ങളേക്ക് തരണം. കാരണം 180ാമത് വാർഷികാഘോഷങ്ങളുടെ പരിസമാപ്തിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. 180 വർഷത്തിന്റെ വാർഷികാചരണങ്ങൾ കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട ജോബി അച്ഛന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. മനോഹരമായി നമ്മൾ അതിന്റെ വിശ്വാസ ദീപമൊക്കെ കൊളുത്തി മാലാഖ നമ്മുടെ ഇടവകയിലെ ഓരോ ഭവനങ്ങളിലും കടന്നു വന്നു. ഭംഗിയായി ഈ കഴിഞ്ഞൊരു വർഷം കലാ സാംസ്കാരിക കായിക മത്സരങ്ങളൊക്കെ നടത്തി നമ്മുടെ ഇടവകയിലെ എല്ലാ യൂണിറ്റുകളും സജീവമായി ഉണർന്നിരിക്കുന്ന സമയമാണ്. അതിൻ്റെ സമാപ്തിയിലാണ് നമ്മൾ ആയിരിക്കുക. അതുകൊണ്ട് ഈ ആഘോഷങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഓടിച്ച പേര് പറയുകയാണ്. ഒരു വർഷക്കാലം എല്ലാവരും കഠിനമായി അധ്വാനിച്ചിരുന്നു. അവരെയൊക്കെ നന്ദിയോടുകൂടി നമ്മൾ ഓർക്കണം. പല സമയങ്ങളും അവരുടെ വ്യക്തിപരമായ സമയം നമുക്കായി തന്നതാണ്. അപ്പോൾ ജനറൽ കൺവീനറായി നെൽസൺ തിരുതല്, സെക്രട്ടറി സോണിയ ബിനു, കൺവീനർ അലക്സി പാവന, OB ഓസ്റ്റിൻ, ആന്റണി എൽച്ചിയിൽ, സബ് കമ്മിറ്റി കൺവീനർമാരായി ബേബി കൊച്ചുവിന്റെ, കൈകാര്യന്മാർ ജോസഫ് തട്ടാരശ്ശേരി, സോഫി റാഫേൽ, കുഞ്ഞുമോൻ തട്ടാരിപ്പറമ്പിൽ, ബാബു കൊമലോ, ബാബു പാലിയത്തറ, ജോഷി പള്ളൻ, യേശു വൈനാട്, MA ജോളി, ബൈജു തൊണ്ടാളി, സേവ്യർ പി ആന്റണി, റീന റാഫേൽ, എൽച്ചു ആന്റണി, ജോസഫ് ബേവുകാർ, നിജോ റാഫേൽ, ഡെനിൽ ഡെന്നി, പ്രിൻസ് തൈത്തറ, മേരി സേവ്യർ, പ്രശാന്ത്, അങ്ങനെ ഒരുപാട് പേര് ഈ വാർഷികാഘോഷങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. എല്ലാം ഭംഗിയായി നടത്തുവാൻ വേണ്ടി അവരുണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം ഈ വർഷത്തെ തിരുനാൾ 186 ക്രിസ്ത്യാനിമാരാണ്. 180ാമത്തെ തിരുനാൾ 186 ക്രിസ്ത്യാനിമാർ. വളരെ മനോഹരമായി ഒരു വർഷക്കാലം നീണ്ടു നിന്ന പ്രാർത്ഥനയ്ക്കും പരിശ്രമങ്ങൾക്കും ഒരുക്കങ്ങൾക്ക് ശേഷം അതിന്റെ സമാപ്തിയിലേക്ക് നാളെ കടന്നു വരികയാണ്. ഈ ക്രിസ്ത്യാനിമാരെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. അവരുടെ
കമ്മിറ്റിയുടെ ഓർക്കുകയാണ്. ജനറൽ കൺവീനർ യേശുദാസ് റൈന, കൺവീനർമാരായ റീന റാഫേൽ കറുവയിൽ, മേരി സേവ്യർ ഭാവന, ട്രഷറർ സോഫിയ റാഫേൽ ഗഡേപ്പറമ്പിൽ, കമ്മിറ്റി അംഗങ്ങൾ നിഷാബ് തൈപ്പാട്, നീന ജോർജ്, കുഞ്ഞുമോൾ മാർട്ടിൻ, ഷർലി ആന്റണി, ജീന ബാബു, ഷൈനി സേവ്യർ, ആന്റണി അടിച്ചിൽ, ആന്റണി വടക്കേക്കുരികെ. ഗ്രൂപ്പ് ലീഡർമാരായ മോളി ജോസഫ്, ടിറ്റു സിജൻ, എലിസബത്ത് വിൻസൻ, ജോസ് ജോർജ്. ഇവരെല്ലാം ഞാൻ പറയാൻ കാരണം ഇത്രയും നാളത്തെ ഇവരുടെ പരിശ്രമങ്ങൾ പല സമയത്തും ഒരുപാട് മീറ്റിംഗ് പല സമയങ്ങൾ കൊടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കഠിനമായി അവർ അധ്വാനിച്ചു, കഠിനമായി പ്രാർത്ഥിച്ചു, നല്ല രീതിയിൽ ഒരുങ്ങി. അതിന്റെ ഫലമാണ് മാലാഖ നമുക്ക് വലിയ തുണയായി അനുഗ്രഹമായി വന്നു നിൽക്കുക. അപ്പോൾ ഈ സമയം എല്ലാ ക്രിസ്ത്യാനിമാരെയും, ഇത് കമ്മിറ്റിക്കാരാണ്, ഒപ്പം 186 ക്രിസ്ത്യാനിമാരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. അതോടൊപ്പം അടുത്ത വർഷം ഏതാണ്ട് 700-ലധികം ക്രിസ്ത്യാനിമാര് തയ്യാറായി കഴിഞ്ഞു. ഇതിലും നല്ല രീതിയിൽ മാലാഖ നല്ല രീതിയിൽ തിരുനാൾ നടത്താൻ അവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ വികാരിയെ ജോഗിയച്ഛനെ നന്ദിയോട് ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ കാലത്താണ് ഇതെല്ലാം ആരംഭിച്ചത്. സഹവികാരിയ അച്ഛനും അതുപോലെ ഇപ്പോഴത്തെ 2 ഞാനിപ്പോൾ മാലാഖമാർ എനിക്ക് ഉണ്ടായിരുന്നു ആദ്യമേ പറയുന്നതാണ്. അൽഭിനച്ചനും പ്രഭിനച്ചനും എല്ലാ കാര്യത്തിലും കൂടെയുണ്ട്, പല കാര്യങ്ങളും മുന്നോട്ട് നയിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കൈകാര്യന്മാർ 3 പേരും, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, കേന്ദ്രസമിതി ഭാരവാഹികൾ, ചമതോ കപ്യ കൊംപ്രേരിയക്കാർ, അൽത്താര ശുശ്രൂഷകർ, സിസ്റ്റേഴ്സ്, ഗായിക സംഘം, അങ്ങനെ ദേവാലയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് പ്രവർത്തിക്കുന്നവരെല്ലാവരും നമ്മളോട് ഓർക്കുന്നു. നമ്മുടെ ഈ വർഷത്തെ തിരുനാളിന്റെ 10 ചെയ്ത സ്റ്റാർ ഡെക്കറേഷൻ പുത്തൻകുരിശാണ്. ലൈറ്റ് ആൻഡ് സൗണ്ട് മാർഗരറ്റ് ലൈറ്റ് ആൻഡ് സെന്റർ നോവലം, അതിന്റെ പ്രൊപ്പറേറ്ററായ ആന്റണി. സൗണ്ട് ചെയ്തിരിക്കുന്ന നീന സൗണ്ട് മരട്, അതിന്റെ പ്രൊപ്പറേറ്ററായ ടെനി. സൗണ്ട് എഞ്ചിനീയർ അഖിൽ. മ്യൂസിക്കൽ പ്രോഗ്രാം നിയന്ത്രിക്കുന്നത് ജെ മീഡിയ, അതിന്റെ പ്രൊപ്പറേറ്ററായിട്ട് കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ജിൻസൺ മെൻഡസ്. ബാൻഡ് സെയിന്റ് ജൂഡ് ബാൻഡ് കൊച്ചി, ചെന്ത വൈക്കം ദേവകേളി. സ്കൂൾ ബാൻഡ് സെന്റ് അഗസ്റ്റിൻ. പടക്കം ഉദയ് ചേർത്തല. പൂക്കൾ ബിജു കപ്പേള ഷീബ. അതുപോലെ ഈ പ്രാവശ്യം ക്രിസ്ത്യാനിമാർക്കുള്ള തിരികളെല്ലാം നൽകിയത് ESS ആണ്. ESL ബഹുമാനപ്പെട്ട അച്ഛന്മാരെ ഞങ്ങളുടെ ഓർക്കുന്നു. കുടിവെള്ളവും മറ്റും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവർ. ക്ലിനിക് നടത്തുന്ന ആലിസ് കുരികയിൽ. ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി സുമൻ. അതുപോലെ ഈ വർഷം നമ്മുടെ എല്ലാ പരിപാടികളും നമ്മുടെ നാട്ടിലും വിദേശത്തും, പ്രത്യേകിച്ച് വിദേശത്ത് ഒരുപാട് വൈദികരും ഇപ്പോൾ നമ്മുടെ ഡൽഹിയെ സംബന്ധിച്ചും പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാവരെയും അറിയിക്കാൻ കാണിക്കാൻ കേരളവാണി തയ്യാറായിട്ടുണ്ട്. അത് കൈകാര്യം ചെയ്യുന്ന ബ്രദേഴ്സായ അജക്സ് അനൽ റബി ബ്രദേഴ്സിനെ നന്ദിയോടെ ഓർക്കുന്നു. LED വോൾ നമുക്കായി നൽകിയത് സുഗത് ഫാഷൻ ജ്വല്ലറിയാണ്. അത് ഇവിടെ സെറ്റ് ചെയ്ത ജാവ സൗണ്ട് നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ദിവസത്തെ കലാപരിപാടികൾ അവതരിപ്പിച്ചവരെയും ഇനി നാളെ നടത്താൻ പോകുന്ന മ്യൂസിക്കൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകുന്നവരെയും, ഭക്ഷണം സപ്ലൈ ചെയ്ത ഷെബി ഗ്രേസ് കാറ്ററിംഗ്, അതോടൊപ്പം നമ്മുടെ തിരുനാളിന്റെ എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങൾ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് അറിയിക്കുന്ന മാധ്യമങ്ങളെയും എല്ലാം നല്ല ക്രമീകരിക്കുന്ന പോലീസ് വിഭാഗത്തെയും പൊതുപ്രവർത്തകരെയും നമ്മുടെ കൗൺസിലർമാരെയും പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. തിരുനാളിന്റെ എല്ലാം ഒത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. മാലാഖമായിട്ടുണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ 2 അറിയിപ്പുകൾ. നാളെ തിരുനാൾ സമാപന ദിനമാണ്. ഒപ്പം 180-ാം വാർഷിക സമാപനം കൂടിയാണ്.
രാവിലെ പതിവുപോലെ 6:30 ദിവ്യബലി. നേതൃത്വം സൊസൈറ്റി ഓഫ് സെയിന്റ് വിൻസെന്റ് ഡി പോൾ. രാവിലെ 9:30 ആഘോഷമായി പൊട്ടിക്കൽ ദിവ്യബലി. അതിന് കാർമ്മികത വഹിക്കാൻ എത്തിച്ചേരുക നമ്മുടെ ഒരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് മോസ്റ്റ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലാണ്. വചനം നാളെ പങ്കുവയ്ക്കുവാൻ എത്തുക ബഹുമാനപ്പെട്ട ബോബി ജോസ് കട്ടിക്കാടനാണ്. നാളെ കാഴ്ചത് പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ്. അതിനുശേഷം പ്രദക്ഷിണം സെയിന്റ് ആനീസ് കപ്പേള വഴി റാഫേലിയൻ മകൻ ചുറ്റിപ്പള്ളിയിലേക്ക് വരുന്നു. വൈകിട്ട് 5-ന് തിരുനാൾ സമാപന ദിവ്യബലി. അതിനുശേഷം കൊടിയിറക്കം. അതിനുശേഷം 6 മണിക്ക് 180ാം വാർഷിക ആഘോഷങ്ങളുടെ സമാപന സമ്മേളനവും അതേ തുടർന്ന് റിതമാറ്റിക് നൈറ്റ് മ്യൂസിക്കൽ ഫെസ്റ്റിവൽ ആൻഡ് ഡാൻസ് ഷോ നടക്കുന്നു. നാളെ വാർഷിക സമാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിച്ചേരുക ഒരാപ്പുഴ തിരുവനന്തപുരം ചാൻസലർ വലിയ ബഹുമാനപ്പെട്ട വിജയനാണ്. മുഖ്യാതിഥിയായി പങ്കെടുക്കുക സുപ്രസിദ്ധ ഫിലിം ഡയറക്ടറായ സാറാണ്. എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. 2 ഭവനങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഫണ്ട് ശേഖരിക്കുന്നതിനായി വിൻസെന്റ് പോൾ പ്രവർത്തകർ നാളെ കുർബാനയ്ക്ക് ശേഷം ക്രെഡിറ്റ് കളക്ഷൻ നൽകുന്നതായി അറിയിക്കുന്നു. അവരോട് സഹകരിക്കുക. അതോടൊപ്പം മാരിപ്പുറം സെയിന്റ് ജോസഫ് ദേവാലയത്തിൽ മഴക്കാലത്തും വൃശ്ചിക മാസത്തിലും വെള്ളം കയറി തിരുക്കറങ്ങൾ മുടങ്ങുക അവസ്ഥയാണ്. തറനിരപ്പ് ഉയർത്തി ഒരു ദേവാലയം പണിയുന്നതിനാണ് ധനസമാഹരണത്തിനായി ഇന്ന് നമ്മുടെ ദേവാലയത്തിന് മുൻപിൽ മാലിപ്പുറം സെയിന്റ് ജോസഫ് ദേവാലയത്തിലെ അച്ഛനും അവിടെയുള്ള കമ്മിറ്റി അംഗങ്ങളും ചായപ്പൊടി വിൽക്കാൻ വേണ്ടിയുള്ള പലതരത്തില് ധനസമാഹരണത്തിന്റെ ഭാഗമായിട്ടാണ് പരമ്പരാഗത ശൈലി നിർമ്മിച്ച പ്രീമിയം ക്വാളിറ്റി 4 കിലോ ചായപ്പൊടിയോടുകൂടിയാണ്. നിങ്ങളെല്ലാവരും അവരോട് സഹകരിച്ച് ആ ദേവാലയവും നമ്മുടെ പ്രാർത്ഥനയുടെ സഹായത്തിന് വലിയ പ്രതീകമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നമ്മുടെ നേർച്ച പായസം ഉണ്ട്. അതും എല്ലാവരും വാങ്ങി മാലാഖയുടെ അനുഗ്രഹം എല്ലാവരും എത്തിക്കാൻ പരിശ്രമിക്കുക. നാളെ സമാപന ദിനത്തിൽ അഭിമന്യ പിതാവ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചെയ്യുന്നുണ്ട്. 180 വർഷം എന്ന് പറയുന്നത് ഒരു ഇടവക വിശ്വാസ വെളിച്ചം അനേകം ജീവിതങ്ങളിലേക്ക് പകർത്തിയ വർഷങ്ങളാണ്. അതിൻ്റെ ആഘോഷങ്ങൾ സമാപ്തി കുറിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം കൊളുത്തിയ ദീപം ദേവാലയത്തിൽ അണയുമ്പോൾ ആ ദീപത്തിൽ നിന്നും നമ്മുടെ ഇടവകയിലെ എല്ലാ ഭവനങ്ങളും വിശ്വാസത്തിന്റെ വെളിച്ചം ഉയരണം എന്നതിൻ്റെ പ്രതീകമായി നമ്മുടെ ഇടവകയിൽ നിന്നും തിരഞ്ഞെടുത്ത 10 കുഞ്ഞുങ്ങൾക്ക് പിതാവ് ആ ദീപത്തിൽ നിന്നും വെളിച്ചം കൊളുത്തി കൈമാറുന്ന ചടങ്ങ്. ഒപ്പം അവരിൽ നിന്നും നമ്മുടെ ഇടവകയിൽ വന്നിരിക്കുന്ന എല്ലാവരും തിരികൾ കത്തിക്കും. എല്ലാവരും നാളെ വരുമ്പോൾ കയ്യിൽ തിരികൾ ഉണ്ടാവണം. വിശ്വാസ ദീപം കൈമാറുന്ന ഈ വലിയ സമാപന ചടങ്ങിലേക്ക് നമുക്ക് സന്തോഷത്തോടെ പങ്കുചേരാം എന്ന് അറിയിക്കുന്നു. ഇന്ന് തിരുക്കർമ്മങ്ങൾക്ക് ശേഷം പ്രദക്ഷിണം പ്രകാരമാണ്. ചെണ്ട, കുരിശ്, യൂണിറ്റ് പതാകകൾ, പ്രത്യേകം ശ്രദ്ധിക്കുക. യൂണിറ്റ് പതാകകൾ കുരിശിന് പിന്നാലെ ഒരുമിച്ച് അണിനിരക്കുക. അതിനുശേഷം സ്ത്രീകൾ, കുട്ടികളുടെ ബാൻസ്, പുരുഷന്മാർ 2026 ക്രിസ്ത്യാനിമാർ വലിയ ബാൻഡ് സെറ്റ്, 2ാമത്തെ കുരിശ്, ഇപ്പോഴത്തെ ക്രിസ്ത്യാനിമാർ, ദർശന സമൂഹം, തിരുസ്വരൂപം, വൈദികർ, പ്രകാരം പ്രദക്ഷിണത്തിന് അണിനിരക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രദക്ഷിണ സമയവും മറ്റും ഇനിയുള്ള സമയങ്ങൾ തിക്കും തിരക്കും ഒക്കെ വരുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങളുടെ സ്വന്തം സ്വർണ്ണാഭരണങ്ങൾ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക.
കാരണം അത് തിക്കും തിരക്കും വരുമ്പോൾ നഷ്ടപ്പെടാനും മറ്റൊരു സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഒപ്പം വാഹനങ്ങൾ കഴിവതും നമ്മുടെ പരിസരത്തുള്ളവരെ നാളെയൊക്കെ കൊണ്ടുവരാതിരിക്കുക. കഴിവതും മറ്റുള്ളവർ പുറത്തു വരുന്നവർക്ക് സ്ഥലങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക. നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ട് ഇല്ലായാൽ റാഫേലി ഗ്രൗണ്ടിലേക്ക് പാർക്കിംഗ് ആയിട്ട് പോകാനും ദയവായി എല്ലാവരും ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും റാഫേൽ മാതാവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായിട്ട് നമുക്ക് എഴുന്നേറ്റ് വെക്കാം. കർത്താവേ, ഇത്രയേറെ വലിയ ഉദാശയാണ്. നിത്യജീവന് വേണ്ടി പരിപോഷിതരാകാൻ അങ്ങ് തിരുവുള്ളമായ ഞങ്ങളെ മാലാഖയുടെ ശുശ്രൂഷയാൽ രക്ഷയുടെയും സമാധാനത്തിന്റെയും മാർഗത്തിലൂടെ അങ്ങ് നയിക്കണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തുതിയുടെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുകയും ദിവ്യബലി സമാപിച്ചു.
അത്ഭുതകരമായ സംവിധാനം മാനവന്മാരുടെ മനുഷ്യരെ ശുശ്രൂഷ ശുശ്രൂഷ ചെയ്യുന്നത് ഭൂമിയിൽ ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക കാരുണ്യബോധം അനുഗ്രഹിക്കണം. കർത്താവായ ക്രിസ്തുവേ, ഈ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് വിശുദ്ധരാത്രിയുടെ നിങ്ങളുടെ കുടുംബങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രദക്ഷിണം ഏറ്റവും അനുഗ്രഹീതമാക്കിയ എല്ലാവർക്കും നന്ദി പറയുന്നു. സർവശക്തനായ നന്ദി പറയുന്നു. അനുഗ്രഹത്തിന്റെ ചാറ്റൽമഴകൾക്കിടയിൽ നമ്മൾ വിശ്വാസം സൂക്ഷിച്ചുകൊണ്ട് പ്രദക്ഷിണം നടത്തി നമ്മുടെ മാതാപിതാക്കളുടെ വലിയ സാന്നിധ്യം അറിയിച്ചു. എല്ലാവർക്കും ദൈവാനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാളെ പ്രത്യേകിച്ച് പ്രദക്ഷിണ വഴികളിൽ ടാബ്ലോ ചെയ്യുന്ന ബ്ലോക്കുകളുണ്ട്. വളരെ മനോഹരമായിരുന്നു. എല്ലാവരിലേക്ക് കൈമാറുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങളാണ്. അതിലേക്ക് എല്ലാവരും പങ്കെടുക്കാൻ പരിശ്രമിക്കാം. രണ്ടറിയുമ്പോൾ ജീവിതത്തെയും മിഷൻ കാലത്തൊക്കെ ഇവിടെയുള്ള യൂണിവേഴ്സ് അവർ അടുത്ത ദിവസങ്ങളിൽ കൊണ്ടുപോകാൻ ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഒക്ടോബർ മാസമാണ്, ജപമാലയുടെ മാസമാണ്. പരിശുദ്ധയോട് ഭക്തിയും മാർഗമൊക്കെ പ്രകടിപ്പിക്കുന്ന ഭക്തിയേറിയ ജപമാല പ്രാർത്ഥനകൾ ഉയരേണ്ട മാസം. അതിനാൽ ആരോഗ്യമാത ദേവാലയത്തിലും നമ്മുടെ ദേവാലയത്തിലും ഈ മാസം അടുത്ത ആഴ്ച മുതൽ ഈ ജപമാല പ്രാർത്ഥനകൾ ആരംഭിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്ക്. അത് കൂടാതെ യൂണിറ്റ് നടത്താൻ താല്പര്യമുള്ളവർ നടത്താവുന്നതാണ്. സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നും ബുദ്ധിമുട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. മറ്റുള്ള കാര്യങ്ങൾ ഞങ്ങളെ പോലെ അറിയിക്കുന്നതാണ്. ഏറ്റവും അനുഗ്രഹീതമായ ഒക്ടോബർ മാസം ആയിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി ഈ പ്രദക്ഷിണം അനുഗ്രഹീതമാക്കിയ എല്ലാവർക്കും റാഫേൽ മാലാഖയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. റാഫേൽ മാലാഖയുടെ അനുഗ്രഹം നമ്മുടെ എല്ലാ സമാസം തയ്യാറായിട്ടുള്ള ഇവിടെയുണ്ട്. അത് ഇവിടെ ഇല്ലാത്തവർക്ക് എത്തിക്കാൻ വേണ്ടിയും ഹൃദയമായി പരിശ്രമിക്കുക. മത്സരങ്ങളിലുമായിരിക്കുന്നവർക്ക് സമാസം കൊടുക്കാനും എല്ലാവരും പരിശ്രമിക്കുക. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ.